സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമി. നമസ്കാരം, ടാക്ടർസിലേക്ക് സ്വാഗതം. യൂറോപ്യൻ ഫുട്ബോളിലെ രണ്ട് വമ്പന്മാർ, പവർ ഹൗസുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ടീമുകൾ ജർമ്മനിയും നെതർലൻഡ്സും അടുത്തടുത്ത മണിക്കൂറുകളിൽ തന്നെ ഈ ലോകകപ്പിൽ നിന്ന് പുറത്തായിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ആരാധകർക്ക് പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും ജർമ്മനിയുടേത് ഒരു പക്ഷേ ആരാധകർ കടുത്ത രീതിയിൽ മത്സരങ്ങൾ വീക്ഷിക്കുന്നവർക്ക് ഒരു ഭീഷണിയായിരുന്നു എന്ന് നമുക്ക് തോന്നാം. മുൻകൂട്ടി പ്രവചിച്ച കാര്യങ്ങളാണ്. പക്ഷേ നെതർലൻഡ്സിൻ്റെ പോരാട്ടം അത് അവസാന നിമിഷത്തിലെ മൊറോക്കോയുടെ അതിജീവനം കാണുന്നു. 91 മിനിറ്റിലെ ഒരു ഗോൾ പിറക്കുന്നു. പിന്നീട് എക്സ്ട്രാ ടൈമും അതിനപ്പുറത്തേക്ക് ഷൂട്ടൗട്ടും കാണുന്നു. അതിഗംഭീരമായിട്ടുള്ള അബ്സല്യൂട്ട് ഡ്രാമ എന്ന് പറയുന്ന തരത്തിലുള്ള രണ്ട് മത്സരങ്ങൾ, രണ്ടും ഷൂട്ടൗട്ടിലേക്ക് പോകുന്നു, വിജയിയെ നിർണ്ണയിക്കുന്നു. എനിക്കിപ്പം ഫൈസൽ ഹംസയുണ്ട്, ഒപ്പം മുഹമ്മദ് ജാസിമുമാണ്. ഫൈസൽ, ഞാൻ കണ്ടല്ലോ ഓറഞ്ച് വസന്തം എന്നെങ്കിലും വിരിയുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന കോടിക്കണക്കിന് വരുന്ന നെതർലൻഡ്സ് ആരാധകരുടെ പ്രതിനിധിയായിട്ടാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും 3 തവണ ലോകകപ്പ് ഫൈനൽ കളിച്ചിട്ടുള്ള ഒരു ടീമാണ്. ഗംഭീരമായിട്ടുള്ള സംഘങ്ങളുമായി ഓരോ ലോകകപ്പിലും വന്ന് കളിക്കുന്ന ടീമാണ്. പക്ഷേ ദൗർഭാഗ്യം, ഇതുവരെ കഴിഞ്ഞ 2-3 ലോകകപ്പുകൾ ഷൂട്ടൗട്ടിൻ്റെ രീതിയിലായിരുന്നു. ആ ചരിത്രം ഇവിടെയും ആവർത്തിക്കുകയാണ്. പക്ഷേ ഈ നെതർലൻഡ്സ് ടീം തോൽക്കേണ്ട ടീം ആയിരുന്നില്ല. 91 മിനിറ്റിലെ ആ ഗോൾ പിറക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിസ്സഹായാവസ്ഥ. മറിച്ച് മറുഭാഗത്ത് ഈ കളി വിശദമായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും മൊറോക്കോ തന്നെയാണ് ജയിക്കേണ്ട ടീമെന്ന്. കാരണം അത്രമാത്രം അവർ കളി ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. മൊറോക്കോ എങ്ങോട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നെതർലൻഡ്സ് അവർക്ക് അർഹതപ്പെട്ടത്, അല്ലെങ്കിൽ ഹിസ്റ്ററി റിപ്പീറ്റ് എന്ന് തന്നെ ഒരിക്കൽ കൂടി നമുക്ക് പറയാം അല്ലേ? ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം എനിക്ക് 2014 അനൂപേട്ടൻ ചെയ്ത ഒരു സ്റ്റോറിയെക്കുറിച്ച് തന്നെ എനിക്ക് ഓർമ്മ വന്നത്. അന്ന് ഇതുപോലെ ഇതിനേക്കാൾ ശക്തമായ സംഘവുമായിട്ടായിരുന്നു നെതർലാൻഡ്സ് എല്ലാ കാലത്തും. കഴിഞ്ഞ തവണ നമ്മൾ സെമി ഫൈനൽ, അതെ, എല്ലാവരും അന്ന് പൂക്കാതെ പോയ ഓറഞ്ച് വസന്തത്തെക്കുറിച്ചുള്ള അനൂപേട്ടൻ്റെ സ്റ്റോറി ഉണ്ടായിരുന്നു. ഇന്നും ഈ ഓറഞ്ച് വസന്തം അത് ഗാലറിയിൽ എനിക്ക് തോന്നുന്നു ഓറഞ്ച് വസന്തത്തെക്കാൾ ഇത്തവണ ഈ മത്സരത്തിൽ ആരാധകരെ ആനന്ദിപ്പിച്ചത് മൊറോക്കോ തന്നെയാണ്. എൻ്റെ മനസ്സ് പലപ്പോഴും ദോഹയിലെ സ്റ്റേഡിയങ്ങളിലേക്കാണ് പോയത്. അന്ന് മൊറോക്കോ ദോഹയിലെ സ്റ്റേഡിയത്തിൽ മാത്രമല്ല, തെരുവുകളിലും മൊറോക്കൻ ആരാധകരുണ്ടാക്കിയ ആ ഒരു ആരവമുണ്ടായിരുന്നു. അത് ഇന്നും ഗാലറിയിൽ കണ്ടു. എനിക്ക് തോന്നുന്നു ഇന്ന് ഇപ്പം നോർവേയുടെ ആരാധകരുണ്ടാക്കിയ ഒരു ഓളത്തിന് ശേഷം അത്രയധികം ഓളം ഉണ്ടാക്കിയ മറ്റൊരു ആരാധകർ മൊറോക്കോ ആയിരിക്കും. അവർ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ആ സിർഫ് എന്ന് പറയുന്ന അവരുടെ ഒരു അറബിക് പദം ഉപയോഗിച്ചുള്ള അവരുടെ ഒരു ആരാധകരുടെ ആവേശമുണ്ട്. അത് കൃത്യമായി ഇന്ന് ഗാലറിയിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. താരങ്ങൾ തളരുന്ന ഓരോ നിമിഷവും അവരുടെ ആരാധകർ അത് ഏറ്റെടുക്കുന്ന, മുമ്പ് മെക്സിക്കൻ വേവൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആരാധകർ 12-മനായി കളിക്കുന്ന ഒരു സ്വഭാവം കഴിഞ്ഞ ലോകകപ്പിൽ മൊറോക്കോയ്ക്ക് ഉണ്ടായിരുന്നു. ഇത്തവണയും അതിന് മാറ്റമില്ല എന്നുള്ളതാണ്. അത് അവരുടെ താരങ്ങളെ ഓരോ നിമിഷവും പ്രചോദിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മത്സരത്തിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ കളിയിലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള താരങ്ങളുടെ മികവെടുത്ത് നോക്കുമ്പോൾ നെതർലാൻഡ്സിന് ഒരു മേധാവിത്വം ഉണ്ടായിരിക്കാം. പക്ഷെ കളിയിൽ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. നെതർലാൻഡ്സിനെ അവരുടെ സ്വാഭാവികമായ കളി കളിക്കാൻ വിടാതെ കൃത്യമായി പൂട്ടാൻ മൊറോക്കോയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ മത്സരത്തിലെ ഏറ്റവും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം നെതർലാൻഡ്സ് കളിച്ചൊരു കളി, ഇപ്പോൾ ജപ്പാനെതിരായ ആദ്യ മത്സരം മാറ്റി നിർത്തിയാൽ പിന്നീട് നെതർലാൻഡ്സ് കളിച്ചൊരു കളി അവർക്ക് ഈ മത്സരത്തിൽ കളിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ ആ ഒരു സ്വാഭാവികമായ ഒഴുക്കുള്ള കളി അവർക്ക് കളിക്കാൻ സാധിച്ചില്ല. മറുവശത്ത് ബ്രസീലിനെതിരെ എങ്ങനെ കളിച്ചോ അതിനേക്കാൾ നന്നായി കളിക്കാൻ മൊറോക്കോയ്ക്ക് സാധിച്ചു. അതിനേക്കാൾ കൂടുതൽ ഷോട്ട് എതിർ ഗോൾ മുഖത്തേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ സ്കോർ ലൈൻ ഇത്ര നാരോ ആയി മാറിയത് 2 ഗോൾ കീപ്പർമാരുടെ മികവ് കൂടി അതിലുണ്ട് എന്നുള്ളതാണ്. അല്ല എങ്കിൽ ഈ സ്കോർ കുറച്ചുകൂടെ വലുതായിരുന്നു എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് വബ്രഗ ആണെങ്കിലും മറുഭാഗത്ത് യാസിൻ ബോനോ ആണെങ്കിലും വളരെ മികച്ച സേവുകളുമായി, അപ്രതീക്ഷിതമായ സേവുകളിലൂടെയാണ് ഒരു പക്ഷേ ഗോളെന്നുറച്ച നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നെതർലാൻഡ്സ് പുറത്താകുന്നത് സങ്കടകരമാണ്. പക്ഷെ മൊറോക്കോ നമ്മൾ മൊറോക്കോയെ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനുള്ളൊരു കാരണം അവരും ബ്രസീലും ഒരേ ഗ്രൂപ്പിൽ വന്നു എന്നുള്ളതാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് മൊറോക്കോ ഇതിലൊന്നും നിർത്തില്ല എന്നുള്ളതാണ്. കാരണം 2022 ഖത്തറിലേക്ക് വരുമ്പോൾ ലോകത്തിന് മുഴുവൻ അപരിചിതമായ ഒരു ഫുട്ബോൾ സംഘമായിരുന്നു മൊറോക്കോ. അവരെക്കുറിച്ച് അത്രയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു.
അന്ന് അവർ കറുത്ത കുതിരകളാകുന്നത് ആ ഒരു അപരിചിതത്വത്തിൻ്റെ പേരിൽ കൂടിയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കൂടുതൽ തേച്ചു മിനുക്കിയ യൂത്ത് സിസ്റ്റം വളരെ മികച്ചതായിട്ടുള്ള ശരിക്കും ഒരു ഫുട്ബോൾ കൾച്ചറുള്ള ഒരു ടീമായി മാറിയിട്ടുണ്ട് മൊറോക്കോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ ഇനിയും പോകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായ, അതായത് ഒരു അത്ഭുതമല്ല മൊറോക്കോയുടെ വിജയം എന്നുള്ളത്. കൃത്യമായ ഗെയിം പ്ലാനോടെ വന്ന് എങ്ങനെ നെതർലാൻഡ്സ് പോലുള്ള ഒരു ടോട്ടൽ ഫുട്ബോൾ കളിക്കുന്ന ഹൈ പേസ് ഇൻറ്റൻസിറ്റിയോട് കൂടെ കളിക്കുന്ന ഒരു ടീമിനെ എങ്ങനെ തളച്ചിടാമെന്നും, ഗാക്പോയെ പോലുള്ള ഒരു താരം, അദ്ദേഹം ഗോളടിച്ചു എന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ പോലുള്ള അല്ലെങ്കിൽ ഡിയോങ്ങിനെ പോലുള്ള താരങ്ങളെയൊക്കെ കൃത്യമായി എങ്ങനെ മാർക്ക് ചെയ്യണമെന്നും ശരിക്കും ഹോംവർക്ക് ചെയ്ത് തന്നെ വന്നതാണ് അവർ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവർ അർഹിച്ച ഒരു നെതർലാൻഡ്സ് ആരാധകനെ സംബന്ധിച്ചിടത്തോളം വിഷമമുണ്ട്. ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചും വിഷമമുണ്ടാവും. പക്ഷേ എങ്കിൽ പോലും മൊറോക്കോ നെതർലാൻഡ്സിനെ റീപ്ലേസ് ചെയ്യുന്നത് ആരാധകർക്കൊരു നഷ്ടമാവില്ല. അവർ ഇനിയും വിസ്മയങ്ങൾ കാട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജാസിമ, ഈ ഷൂട്ടൗട്ട് എന്ന് പറയുന്നത് വല്ലാത്തൊരു ചതിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ നന്നായി കളിച്ചിട്ടും അവിടെ ചിലപ്പോൾ തോറ്റു പോകുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ നിസ്സഹായാവസ്ഥ മാത്രമാണ്. നമുക്ക് ഒരു താരത്തെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഒരു ഷൂട്ടൗട്ട് എടുക്കുന്ന, ഒരു പെനാൽറ്റി എടുക്കുക എന്നുള്ളത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. അത്രമാത്രം സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് വേണം. മെസ്സിയെപ്പോലും ഞാൻ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മെസ്സിയുടെ ഏറ്റവും വലിയ വിമർശനം എന്ന് പറഞ്ഞാൽ ഈ ലോകകപ്പിലടക്കം വിമർശകർ ഉന്നയിക്കുന്ന ഹേറ്റേഴ്സ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവർ ഉന്നയിക്കുന്നൊരു കാര്യം, അദ്ദേഹം പെനാൽറ്റി ഗോളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു പെനാൽറ്റി അടിക്കുക, ലക്ഷ്യത്തിലെത്തിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല എന്ന് നമുക്ക് വ്യക്തമാണ്. പ്രത്യേകിച്ച് ഷൂട്ടൗട്ട് പോലൊരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇരട്ടി സമ്മർദ്ദമാണ്. ഓരോ കിക്കും ഏറ്റവും വിലമതിക്കാനാവാത്തതാണ്. അവിടെ വില്ലന്മാർ ഹീറോമാരാകും, ഹീറോകൾ വില്ലന്മാരുമാകും. അതിൻ്റെ ഏറ്റവും വ്യക്തമായിട്ടൊരു ഉദാഹരണം ഇന്നത്തെ മത്സരം മൊറോക്കോ തന്നെയാണ്. കളിയിൽ ഉടനീളം ആഞ്ഞ് കളിച്ച ഹക്കീമി അദ്ദേഹത്തിൻ്റെ ഷോട്ട് പാഴാക്കുന്നു. നിർഭാഗ്യവശാൽ പോസ്റ്റിലിച്ച് വാങ്ങുന്നു. മറുഭാഗത്ത് കളിയിലുടനീളം പിഴവുകൾ വരുത്തുക, അല്ലെങ്കിൽ സ്കോർ ചെയ്യാൻ പോകാൻ പറ്റാതിരുന്ന സൈബാരി അത് നിർണായകമായ കിക്ക് എടുക്കുന്നു, വീണ്ടും തലക്കെട്ടുകളിലേക്ക് വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ഫലം ആയിരുന്നോ ജാസ്മിൻ്റെ മനസ്സിൽ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു? അത് തീർച്ചയായിട്ടും ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ നെതർലാൻഡ്സും മൊറോക്കോയും ആര് തോൽക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ, രണ്ടിലൊന്ന് പുറത്താകും എന്നുള്ള കാര്യം ഷുവറാണല്ലോ. ഇതിൽ ആര് പുറത്താകും എന്നൊരു കൺഫ്യൂഷൻ ഇന്നത്തെ ഈ ഫുട്ബോൾ മത്സരം കണ്ട എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ടെൻഷൻ തന്നെയായിരുന്നു. അത് ആര് പുറത്തു പോയാലും ഫുട്ബോളിൻ്റെ ഒരു നഷ്ടമാണ്. അത് പ്രത്യേകിച്ച് ലോകകപ്പിൽ പ്രധാനപ്പെട്ട ടീമുകൾ. ഇപ്പോൾ ജർമ്മനി തോറ്റ് കൊണ്ടുള്ള ഒരു മത്സരത്തിന് ശേഷമാണ് അടുത്ത ഈ നെതർലാൻഡ്സും അതുപോലെ തന്നെ മൊറോക്കോയും വരുന്നത്. അപ്പോൾ അതിലും ഒരു പ്രധാനപ്പെട്ട ടീം പുറത്താകുമെന്നുള്ള ഒരു സങ്കടകരമായ ഒരു കാര്യം എന്തായാലും ഉണ്ട് പിന്നെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിൽ നെതർലാൻഡ്സിന് നിർഭാഗ്യവശാൽ ഇപ്പോൾ പുറത്തു പോകുന്നു എന്നുള്ളത് വലിയ ദുഃഖകരമായ കാര്യമാണ്. പക്ഷേ അപ്പോഴും ഒരു ആഫ്രിക്കൻ ടീം 2022 ഞങ്ങൾ അവിടെ എന്താ പറയുന്ന ഈ സെമി ഫൈനൽ എത്തിയത്, അത് ഒരു പെട്ടെന്നുള്ളൊരു പ്രതിഭാസമല്ല എന്ന് തെളിയിക്കുന്ന ഒരു മത്സരം തന്നെയാണ് മൊറോക്കോ കാഴ്ചവെക്കുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് പറയണം. കാരണം വാലിദ് റഗ്രാഗുയി എന്നുള്ള അവരുടെ കോച്ചായിരുന്നു ശരിക്കും 2022 അവരെ പരിശീലിപ്പിച്ചതും അവരെ ഈ ഒരു സെമി ഫൈനൽ വരെ എത്തിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അവരെ എത്തിക്കുകയും ചെയ്തത്. അപ്പോൾ അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ശരിക്കും മൊറോക്കോ എന്നുള്ള ടീം ലോകോത്തര നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ വലിയ ടീമുകളോട് കിടപിടിക്കുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അത് മൊറോക്കോയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടീമിനും അവരുടെ ആ രാജ്യത്തിനൊക്കെ ആ ടീമിനോടുള്ള ഉണ്ടാക്കിയൊരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ലോകത്തും അവർക്ക് ഒരുപാട് ആരാധകരെ ഉണ്ടാക്കി കൊടുത്തൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നേരത്തെ ഫൈസലൊക്കെ പറഞ്ഞത്. പ്രത്യേകിച്ച് അവരുടെ ഫാൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അവരെ ഉത്തേജിപ്പിക്കുന്ന ഫാൻസാണ്. അത് കഴിഞ്ഞ 2022 ലോകകപ്പിലും പലപ്പോഴും കോച്ച് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ 12ാമത്തെ അംഗം എന്നുള്ളത് നമ്മുടെ ഫാൻസ് തന്നെ, ആരാധകർ തന്നെയാണ്. അവരുണ്ടാക്കുന്ന ഒരു ഓളം അത് വല്ലാത്തൊരു കാഴ്ചയാണ്. ഇന്ന് മത്സരത്തിനിടയിലും ഇപ്പോൾ അവർ ഒരു ഘട്ടത്തിൽ പിന്നിൽ, ഇപ്പോൾ ഷൂട്ടൗട്ടിൽ ഒരു ഘട്ടത്തിൽ പിന്നിലായി പോകുന്ന സമയത്ത് പോലും അവരുടെ ആരാധകരുണ്ടാക്കുന്ന ഒരു ഓളമുണ്ട്. അവർ ജയിച്ചു എന്നുള്ള മട്ടിലാണ് അവരുടെ പിന്നെ എല്ലാ ആഹ്ലാദങ്ങളും മറ്റു കുട്ടികൾ മുതലാണ് അവർ അത്രയും പിന്നിൽ നിൽക്കുന്ന സമയത്ത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു നെതർലാൻഡ്സ് വിജയിച്ച ഒരു വിജയത്തിലേക്ക് എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തുന്നത്. കാരണം അങ്ങനെയുള്ള മത്സരം പോയത്. അപ്പോൾ അവർ ജയിക്കുമ്പോൾ, അവർ ഗോളടിക്കുമ്പോൾ അവർ ടെൻഷനിലാണ്. അപ്പോൾ ആ സമയത്ത് ഇവരുണ്ടാക്കുന്ന ഒരു ഓളമുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് മൊറോക്കോയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധകരും അത് അവർക്കുള്ളൊരു പ്രതീക്ഷയും അവർ ഇനി ആ ടീമിന് വെക്കുന്നൊരു പ്രതീക്ഷയുടെ കാര്യം കൂടിയാണ്. കാരണം
ഈ ടീം എന്ന് പറയുന്നത് അവർക്ക് ആഫ്രിക്കയിൽ നിന്ന് ഒരു ടീം വലിയ രീതിയിൽ ലോകവേദികളിലേക്ക് എത്തുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ലോകകപ്പിൽ എന്ന് പറയുന്നത് 10 ടീമുകളാണ് ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിൽ 9 ടീമും നോക്കൗട്ട് കടന്നു എന്നുള്ളതാണ്. ടുണീഷ്യ ഒഴികെ ബാക്കി എല്ലാ ടീമുകളും നോക്കൗട്ടിലേക്ക് എത്തി എന്നുള്ളതാണ്. അതിൽ തന്നെ മൊറോക്കയെ പോലെയുള്ള 1-ാം നമ്പർ ടീം എന്നുള്ളത് അതും കൂടി പറയാം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മൊറോക്കയാണ് ഇന്നാർക്ക് നെതർലാൻഡ്സിന് എതിരാളിയായിട്ട് എത്തിയത്. അവിടെ പക്ഷേ നെതർലാൻഡ്സ് പലപ്പോഴും ആ മത്സരത്തിൽ വലിയൊരു കയ്യാങ്കളികൾ വരെ ഉണ്ടാകുന്ന രീതിയിലേക്ക്, അവസാനം രക്തമൊലിക്കുന്ന ഒരു രീതിയിലേക്ക് ആ മത്സരം പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഒരു ഘട്ടത്തിലെ ഈ ഇരു ടീമും ചിലപ്പോൾ 8 or 10 കളിക്കാരെ വെച്ച് മാത്രം കളി പൂർത്തിയാക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്ന പേടിച്ചു പോയി. കാരണം തുടക്കത്തിൽ റെഡ് കാർഡ് പ്രത്യേകിച്ച് കാരണമെന്ന് വെച്ചാൽ നമ്മുടെ അറിയാം, ഈ ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ 3 റെഡ് കാർഡ് എടുത്ത് വീശിയ റെഫറിയാണ് ഈ മത്സരം നിയന്ത്രിച്ചത്. അത്രമാത്രം ഫൗളാണ് ആദ്യ പകുതിയിൽ കണ്ടത്. സ്വാഭാവികമായിട്ടും പ്രതീക്ഷയാണ്, എങ്കിലും അദ്ദേഹം നിരവധി തവണ വാൺ ചെയ്ത് ഒഴിവാക്കി വിടുകയായിരുന്നു എന്ന് തോന്നുന്നു കളി. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ആ രീതിയിലേക്ക് മത്സരം അതായത് ഒരു റിയൽ ഫൈറ്റ്, ഒരു പിന്നെ എങ്ങനെയൊക്കെയാണോ ഒരു നോക്കൗട്ടിൽ പോരാടേണ്ടത്, കയ്യും മെയ്യും മറന്നുള്ള ഒരു പോരാട്ടമായിരുന്നു. അതെ, ആ പോരാട്ടം കൃത്യമായിട്ട്. കാരണം പിന്നെ എങ്ങനെയൊക്കെ പോരാടാം, പല്ലും നഖവും ഉപയോഗിച്ചിട്ടും പോരാടണം എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ. ഇപ്പോൾ ലൂയിസ് വാരസിനെ നമ്മൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. പന്ത് കാലുകൊണ്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ടോ കൈ കൊണ്ടോ കിട്ടിയില്ലെങ്കിൽ പല്ലും നഖമൊക്കെ ഉപയോഗിച്ച് അയാൾ കളിക്കും എന്ന് പറയുന്ന പോലെ ഇന്ന് ആ രീതിയിലൊരു അർത്ഥവത്തായിട്ടുള്ള ആ രീതിയിലുള്ള ഒരു കളി തന്നെയായിരുന്നു. കാരണം നോക്കൗട്ടാണ്, സുന്ദരമായ കളി എന്നൊക്കെ കളിച്ചിരുന്ന് അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് തീർച്ചയായിട്ടും അറിയാവുന്ന ടീമുകളാണ്. പ്രത്യേകിച്ച് നമ്മൾ ടോട്ടൽ ഫുട്ബോളൊക്കെ പ്രതീക്ഷയാണ് നെതർലാൻഡ്സിൻ്റെ കളി കാണുന്നത്. പക്ഷേ ആ ഒരു കളിയേ അല്ല അവരിന്ന് കളിച്ചത് എന്നുള്ളതും, മൊറോക്കോ ശരിക്കും ഒരു ആഫ്രിക്കൻ വീര്യം അതെങ്ങനെയാണോ പിന്നെ അവിടേക്ക് ഇറക്കി എങ്ങനെ കളിക്കണം എന്നുള്ളത് ആലോചിച്ച് കളിക്കേണ്ട ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും അവരുടെ ഗോൾ കീപ്പർമാരുടെ പ്രകടനം എന്ന അസാധ്യമായ പ്രകടനം അതും കൂടി ഇന്നത്തെ മത്സരത്തിൽ പ്രധാനമാണ്. കാരണം ഇന്ന് നിശ്ചിത സമയത്തേക്ക് എത്തുമ്പോൾ 1-1 എന്നുള്ള സ്കോറാണ്. അതിൽ 72-ാം മിനിറ്റിലാണ് ആദ്യത്തെ ഗോള് പിന്നെ ഗാക്പോയുടെ ഗോൾ വരുന്നത്. രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത് അത് മൊറോക്കോ എടുക്കുന്ന സമനില ഗോൾ എപ്പോഴാണ്? 91 ടൈമില് 1-ാമത്തെ മിനിറ്റ്, അതായത് 91. അതൊരു വലിയൊരു എന്താണ് പറയാ, മത്സരത്തിന്റെ ഒരു ആവേശം എന്നൊക്കെ പറയുന്നത് അതൊരു ഇന്നാണ് ശരിക്കും ലോകകപ്പിൽ നല്ല രസമുള്ള ഒരു മത്സരം, ഒരു ആവേശ പോരാട്ടം എന്ന് പറയുന്നതൊക്കെ കാണുന്നതും. അപ്പോൾ ആ രീതിയിലേക്ക് ആ മത്സരം പോകുന്നു. അവിടെയും ഗോൾ കീപ്പർമാർ ഇപ്പോൾ ഈ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടപ്പോൾ നെതർലാൻഡ്സിന്റെ ഗോൾ കീപ്പർ കാണിച്ചൊരു സേവ് ഉണ്ട്. അത് നമ്മൾ എമിലിയാനോ മാർട്ടിനസിനെ അനുസ്മരിപ്പിക്കുന്ന ആ ഒരു രീതിയിലായിരുന്നു. അത് വല്ലാതെ അത് ശരിക്കും അവിടെയാണെന്ന് ജീവൻ വെപ്പിച്ച് കൊടുത്തത് എന്നുള്ളതാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറം പിന്നീട് ഷൂട്ടൗട്ടിലേക്ക് നീളുകയും നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ അവിടെ ഷൂട്ടൗട്ട് എന്ന് പറയുന്നത് ഒരേ സമയം നിർഭാഗ്യങ്ങളുടെ ഒരു പോരാട്ടമാണെങ്കിലും അവിടെയും ചില പരിശീലനത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ളതാണ്. ഷൂട്ടൗട്ടിൽ പക്ഷേ വെർബർഗൻ ഒരു ചെറിയ പിഴവ് പറ്റി. അദ്ദേഹം എന്ന് പറയാൻ പറ്റില്ല, ദൗർഭാഗ്യം. ഗോളിൽ വരുന്ന മറുവശത്ത് യാസിൻ ബനോ വളരെ അനായാസമായി എനിക്കതിൽ പറഞ്ഞ ഈ ടോട്ടൽ ഫുട്ബോളിൻ്റെ മനോഹാരിത നമുക്കൊന്ന് കാണാൻ കഴിഞ്ഞില്ല. ഈ തുടക്കത്തിലെ തന്നെയുള്ള ഈ ഫിസിക്കൽ ഗെയിം ഉണ്ടല്ലോ, അതിഭീകരമായ അത് യഥാർത്ഥത്തിൽ ഈ ടോട്ടൽ ഫുട്ബോളിൻ്റെ ഒക്കെ കളിയുടെ ഒരു ഒഴുക്കിനെ ബാധിച്ചോ ശരിക്കും? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ ആദ്യ നിമിഷങ്ങളിൽ കളി കാണുമ്പോൾ നമ്മൾ ഇത് പന്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമല്ല, മറിച്ച് ഒരു ബോക്സിംഗ് ഇറങ്ങിയ പോരാട്ടം പോലെ തോന്നിച്ച ഒരു ഘട്ടമുണ്ട്. അതായത് പലകുറി വണ്ടിക്ക് ഇടപെട്ട് ആശ്വസിപ്പിച്ച് മടക്കി വിടുന്ന പല കാഴ്ചകളും ഉണ്ടായി. പക്ഷേ ചില കളിക്കാരെ പ്രത്യേകം ലക്ഷ്യം വെച്ച് ഡിയോങ്ങിനെയാണ് തോന്നുന്നത് പ്രത്യേകം ലക്ഷ്യം വെച്ച് ആക്രമിക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടു. നേരെ മറിച്ച് തിരിച്ചും അത് തന്നെയാണ്, പവർ ഗെയിം തന്നെയാണ് നെതർലൻഡ്സ് കളിച്ചതെന്നുള്ളത്. അവരും ഈ പറഞ്ഞ ടോട്ടൽ ഫുട്ബോളിൻ്റെ ഭംഗിയോ ആധികാരികതയോ ഒന്നുമല്ല അവർ ശ്രമിച്ചത്. നേരെ മറിച്ച് എങ്ങനെയും പന്ത് കൈവശപ്പെടുത്തുക, അപ്പോൾ ഏതാണ്ട് പൊസിഷൻ ഏതാണ്ട് ഈക്വലാണെന്ന് തോന്നുന്നു. എങ്കിൽ പോലും ഈ ഫൗളുകളുടെ കണക്കെടുത്താൽ ടാർഗറ്റ് മൊറോക്കോക്ക് ഒരല്പം കൂടുതലുണ്ടെന്ന് തോന്നുന്നു. മൊറോക്കോയുടെ പന്തടക്കത്തിലും അവരുടെ ആ ഒരു ഇതുണ്ട്. ഇപ്പോൾ ഷോട്ട് ഓൺ ടാർഗറ്റ് അവർക്ക് വരുന്ന 6 വരുന്നുണ്ട്. ഇപ്പോൾ പന്തടക്കം തന്നെ നോക്കി 70-30 ശരിക്കും കളി മൊത്തം. അതായത് നെതർലൻഡ്സ് 6 ഫൗൾ വരുത്തിയിട്ടുണ്ട്, മറ്റൊരു 5 ഫൗൾ വരുത്തിയിട്ടുണ്ട്. പോൾ പൊസിഷൻ എന്ന് പറയുമ്പോൾ 52% ഉള്ളൂ നെതർലൻഡ്സിന്, മറ്റൊരുത്ത് 48% 3 ഷോട്ട്സ് നെതർലൻഡ്സ് പായിക്കുന്നു, 4 ഷോട്ട്സാണ് മൊറോക്കോ പായിക്കുന്നത്. ഓൺ ഷോട്ട്സ് എന്ന് പറയുമ്പോൾ 1ഉം 2ഉമാണ്. അവിടെയൊക്കെ കൃത്യമായിട്ടുള്ള എഡ്ജ് മൊറോക്കോ അവകാശപ്പെടുന്നുണ്ട്. ഫൗളിലടക്കമുള്ള കാര്യത്തിലും അവർക്ക് മുന്നിട്ട് നേരിയ എഡ്ജാണ്. ഒരു തുല്യ ശക്തികളുടെ ഒരു പോരാട്ടം നമ്മൾ കണ്ട കണക്കുകളിലേക്ക് വരുമ്പോഴും അത് തന്നെയാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. ഇപ്പോൾ ബ്രസീലിനപ്പോൾ അടുത്ത എതിരാളികൾ ഫ്രാൻസിന്റെ എതിരാളികളായിട്ട്
പരാഗെ വരുന്നുണ്ട്. ഈ അഷ്റഫ് ഹക്കീമിയുടെ കാര്യം കൂടി ശരിക്ക് സൂചിപ്പിച്ചിട്ട് പോകണം കേട്ടോ. കാരണം അദ്ദേഹത്തിന്റെ റോൾ എന്ന് പറയുന്നത് എവിടെയാണ് ഡിഫൻസിന്റെ Right wing back നിൽക്കുന്ന ഒരു ആണ്. റൈറ്റ് വിങ് ബാക്കായി നിൽക്കുന്ന പക്ഷേ അദ്ദേഹം ഒരാള് കളിച്ചത് ശരിക്ക് winger ആയിട്ടാണ്. അദ്ദേഹത്തിന്റെ അഷ്റഫ് ഹക്കീമി എല്ലാ സമയത്തും എല്ലാ സമയത്തും അങ്ങനെയാണ്. ഇന്ന് അദ്ദേഹം നിറഞ്ഞു കളിക്കുന്നത്. പക്ഷെ അവസാനം അദ്ദേഹം പെനാൽറ്റി മിസ്സാവുമ്പോഴേ, കാരണം അർഹിച്ച ഒരു അല്ല, ആ സമയത്ത് നമ്മളിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മൊറോക്കോക്ക് ഒരു എഡ്ജ് വരുന്ന കിക്കാണത്. ആ കിക്കോട് മത്സരം മൊറോക്കോ പിടിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അഷ്റഫ് ഹക്കീമിയെ പോലെ ഒരാൾ വരുന്നു, അത് ശരിക്കും നമ്മളെ സ്തബ്ധരാക്കുന്ന ഒരു കാര്യമായിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നിറഞ്ഞു കളിക്കുന്നവര് ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്നെ എന്നുള്ളതാണ്. നിരാശപ്പെടുത്തിയ 2 കിക്കുകൾ, അവസാനത്തെ കിക്ക് സമർവിലയുടെ കിക്ക് അത് നിരാശപ്പെടുത്തി. മറ്റൊന്ന് ക്ലവർട്ടിന്റെ ജോർജ് പാട്രിക് ക്ലൂവർട്ടിന്റെ മകൻ. അദ്ദേഹത്തിന്റെ കളി കാണാൻ ആഗ്രഹിച്ചിരുന്നവരാണ് ഞങ്ങൾ നെതർലൻഡ്സ് ആരാധകർ എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് ഇറക്കി, പക്ഷേ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞില്ല. ചെറിയ പയ്യനാണ്, പക്ഷേ ഭാവിയിൽ അദ്ദേഹം നെതർലൻഡ്സിന്റെ ഫ്ലാഗ് എന്താ കക്ഷിയാണ് എന്ന് തോന്നുന്നു ഫുട്ബോളിൽ. എന്തായാലും ദൗർഭാഗ്യകരമാണ്. പക്ഷേ നമുക്കിനി മറ്റു മത്സരത്തിലേക്ക് പോയാലേ, ജർമ്മനിയുടെ ദൗർഭാഗ്യം മാറുന്നില്ല എന്നുള്ളതാണ്. അതായത് 2014 അവർ അർജന്റീനയെ വേട്ടയാടി കിരീടം തട്ടിയെടുത്തു. അതിനു മുമ്പ് ബ്രസീലിനെ നശിപ്പിച്ചു, 7-1 നശിപ്പിച്ചു. 2 ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ശാപം ഇപ്പോഴും ജർമ്മനിയെ വിട്ടൊഴിയുന്നില്ല എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം. അതിനുശേഷം അവർ ലോകകപ്പ് എന്ന് പറയുന്നത് ആദ്യ റൗണ്ടിൽ തന്നെ പുറത്താകുന്നു, അല്ലെങ്കിൽ നോക്കൗട്ട് റൗണ്ടിന് പ്രീ ക്വാർട്ടറിനപ്പുറം പോകുന്നില്ല എന്നുള്ളതാണ്. ഇത്തവണയും ജർമ്മനിയെ സംബന്ധിച്ച് ജർമ്മനിയുടെ കളി നിരീക്ഷിച്ചവർക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ്. കാരണം അവർക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രതിരോധത്തിലെ പ്രശ്നങ്ങളുണ്ട്, മുന്നേറ്റത്തിന് അത്ര ഷാർപ്നെസ് പോരാ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി ടിക്കഡോർ കാണിച്ചെന്നതാണ്. പക്ഷേ ആ മത്സരത്തിൽ നിന്ന് പോലും പാഠം ഉൾക്കൊള്ളാൻ ജർമ്മനി തയ്യാറല്ല, നഗൽസ്മാൻ തയ്യാറായില്ല എന്നതാണോ ഇന്നത്തെ മത്സരം തെളിയിച്ചത്? ഗോളടിച്ച് കൂട്ടിയ എണ്ണം പറഞ്ഞാൽ ജർമ്മനി മുന്നിലാണ്, ഗോൾ വഴങ്ങാതിരുന്നതിലും ജർമ്മനി മുന്നിലാണ്. ഏതാണ്ട് കുറസോവയെ തകർത്തതിന് ശേഷം വരുന്നു രണ്ടാമത്തെ കളി ജയിക്കുന്നത്, കൃത്യമായിട്ട് ജയിക്കുന്നു. പക്ഷേ ഇക്വഡോറിനെടുക്കെ വരുമ്പോൾ വീണ്ടും ആ ഒരു പിഴവുകളും പോരായ്മകളും തെളിഞ്ഞു കണ്ട മത്സരമായിരുന്നു. എങ്കിലും ആദ്യത്തെ ജയത്തിൻ്റെയും ഗോൾ ശരാശരിയുടെയൊക്കെ മികവിൽ അവർ മുന്നോട്ട് പോകുന്നു. തന്ത്രങ്ങൾ പിഴയ്ക്കുകയാണ് എന്നുള്ളതാണോ ഇന്നത്തെ മത്സരം തെളിഞ്ഞു കണ്ടത് ജർമ്മനിയുടെ ഭാഗത്ത്? ഈ ബ്രസീലിൻ്റെയും അർജന്റീനയുടെയും ശാപത്തിനപ്പുറത്തേക്ക് ജർമ്മൻ ടീമിന് എന്താണോ ബ്രസീലിൻ്റെ ടീമിലെ ഒരു വിടവ് എന്ന് നമ്മൾ പറയുന്നത്, അതേ പ്രശ്നങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ജർമ്മനിക്കും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള മധ്യനിര ഉണ്ടായിരുന്ന ഒരു ടീമാണ് ജർമ്മനി. യഥാർത്ഥത്തിൽ മിഡ്ഫീൽഡ് ലെജൻഡ്സ് ഉണ്ടായിരുന്ന ടീമാണ്. ആ ടീം ഇന്ന് മധ്യനിരയിൽ ഭാവനാപൂർണമായ ഒരു മുന്നേറ്റവും ഇല്ലാത്ത സംഘമായി മാറുന്നു എന്നുള്ളതൊരു പ്രശ്നമാണ്. മിഡ്ഫീൽഡ് വലിയ പ്രശ്നമാണ് എന്നുള്ളതാണ്. ബ്രസീൽ അതിനെ മറികടന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഒരു കോച്ചിൻ്റെ ബ്രില്യൻസിലാണ്. ആ തരത്തിൽ നഗ്ലസ്മാന് ആ ഒരു ബ്രില്യൻസ് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഇതോടെ വേറെ ചില സാമ്യതകൾ എനിക്ക് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് വിസിബിൾ ആകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഈ എല്ലാ സമയത്തും നമ്മൾ സ്വരം നന്നാകാത്തതിന് മറ്റാരെയും പഴിച്ചിട്ട് കാര്യമില്ല. പക്ഷെ എങ്കിൽ പോലും ചില കാലാവസ്ഥയുടെ ചില കാര്യങ്ങൾ ഇതിൽ കടന്നു വരുന്നുണ്ടോ, അതിൻ്റെ സമ്മർദ്ദം സാഹചര്യം കടന്നു വരുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ കളിച്ച 3 ടീമുകളെ നമ്മൾ എടുക്കാം. 3 ടീമുകളും ഹൈ പേസിൽ ഹൈ ഇൻറ്റൻസിറ്റിയിൽ കളിക്കുന്ന 3 ടീമുകളാണ്. ജപ്പാൻ ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും നെതർലാൻഡ്സ് ആണെങ്കിലും ഈ 3 ടീമുകൾക്കും കടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പം ഈ കാലാവസ്ഥ അനുകൂലമല്ലാത്തതും ചൂടിൻ്റെയും എല്ലാം കാരണം അവരുടെ ഈ ഹൈ ഇൻറ്റൻസിറ്റി, ജപ്പാൻ ആ തരത്തിൽ കളിച്ചില്ല ഇന്നലെ, അതുകൊണ്ട് അവരെ ആ രീതിയിൽ എടുക്കേണ്ട. പക്ഷേ മറ്റു ടീമുകളെ അത് ബാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ട. അവരുടെ തനതായ ശൈലി അവർക്ക് പുറത്തെടുക്കുന്നതിൽ പ്രയാസമുണ്ടോയെന്ന്. ഇതിൽ വേറെയും പ്രശ്നമുണ്ട്. സ്പെയിനും പല സമയത്തും ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും അല്ലെങ്കിൽ ഈ ഒരു പ്രഷർ ഗെയിം കളിക്കേണ്ടി വരുന്നതായിട്ട് ആദ്യ മത്സരത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. കേപ്പെ വെർദയോടാണെങ്കിൽ പോലും പിന്നീട് അവർ വീണ്ടെടുത്തു എന്ന് നമ്മൾ പറയാം. പക്ഷേ ഈ നോക്കൗട്ടിലേക്ക് വരുമ്പോൾ അവരെങ്ങനെ കളിക്കുന്നു എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ അത് ഇതിന് കാലാവസ്ഥയുടെ കൂടെ സമ്മർദ്ദമുണ്ടോ എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അത് ഏതെങ്കിലും തരത്തിലൊരു പഴിചാരലല്ല എന്നുള്ളതാണ്. മറുവശത്ത് അതിന് മറ്റൊരു കാരണം കൂടെയുള്ളത്, ആഫ്രിക്കയിൽ നിന്നുള്ള ഇത്തരം കാലാവസ്ഥയുമായി പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കുറച്ചുകൂടെ സ്റ്റാമിനയുള്ള താരങ്ങളാണ് ആഫ്രിക്കയിൽ നിന്ന് വരുന്നത്. ആഫ്രിക്കൻ ടീമിൻ്റെ ഒരു സക്സസ് റേറ്റ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. 10ൽ അവർ 9
ടീമുകളും നോക്കൗട്ടിലേക്ക് കടക്കുന്നു എന്നുള്ളത്. അത്രയും സക്സസ് റേറ്റ് വേറൊരു കോണ്ടിനെൻറ്റിനും അവകാശപ്പെടാനില്ല. അപ്പോൾ സ്വാഭാവികമായും യൂറോപ്യൻ ടീമുകൾ കൃത്യമായി സ്ട്രഗിൾ ചെയ്യുന്നു. അതും ഹൈ പേസിൽ വളരെ ഇൻറ്റൻസീവായി പ്രസ് ചെയ്ത് കളിക്കുന്ന ടീമുകൾക്ക് തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ളതും, മറുവശത്ത് ഫിസിക് ഗെയിം കളിക്കുന്ന കുറച്ചുകൂടെ ഫിസിക്കലായിട്ടുള്ള ടീമുകൾ ഇപ്പോൾ പരാഗയാണെങ്കിലൊക്കെ അതിന് ഉദാഹരണമാണ്. അവർ സക്സസ് ആവുന്നതും ഇതിൻ്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ആരാധകർക്ക് വീണ്ടും നിരാശയാണ്. ഇത്തവണ നോക്കൗട്ടിലെത്തി. കഴിഞ്ഞ 3 തവണ 4 വർഷമായിട്ട് അവിടെ 2 വർഷമായിട്ട് അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ പോകുന്നു എന്നുള്ളതാണ്. ഇത്തവണ നോക്കൗട്ടിൽ പോയി എന്നുള്ളതാണ്. പക്ഷേ ഒട്ടും ആശാവഹമല്ല. വലിയ സംഘമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സംഘത്തെ ഒരു ടീം എന്നുള്ള നിലയിൽ കൊണ്ടുവരാൻ നെഗ്ലസ്മാൻ്റെ പ്രായം നമുക്കറിയാം. വളരെ യങ്ങായിട്ടുള്ള, അതെ, വളരെ ചെറുപ്പക്കാരനായ 38 വയസ്സ് മാത്രം പ്രായമുള്ള, ഏതാണ്ട് എന്നേക്കാൾ 1 വയസ്സ് മാത്രം കൂടുതലുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു യുവാവായിട്ടുള്ള അദ്ദേഹത്തിന് പോലും ആ ഒരു ഗെയിമിനനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് ഈ ദൗർഭാഗ്യം കൂടി പറയേണ്ടിയിരിക്കുന്നു തോന്നുന്നു. ജർമ്മനി കളിച്ചില്ല എന്നുള്ള വിമർശനങ്ങൾക്കിടയിലും അവസാന നിമിഷം അവരൊരു ഗോൾ അടിക്കുന്നുണ്ട് ജോസഫ് തായിലൂടെ. പക്ഷേ അത് ജൊനാഥൻ തായിലൂടെ വാൾഡർമാൻ ആന്റൺ അദ്ദേഹത്തിൻ്റെ പരാഗയ ഗോൾ കീപ്പറെ ഫൗൾ ചെയ്തതിൻ്റെ പേരിൽ ആ ഗോൾ അനുവദിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള സ്ഥിതി. ഒരുപക്ഷെ ആ ഗോൾ അനുവദിക്കപ്പെട്ടിരുന്നെങ്കിൽ ജർമ്മനി മുന്നേറുമായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തൊരു കാര്യം, നമ്മൾ ബ്രസീലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവസാനം ആ ജപ്പാൻ്റെ പൂട്ട് വിളിക്കാനായിട്ട് കയ്യിലുള്ള സർവ്വ ആയുധവും പുറത്തെടുത്ത് മുന്നേറ്റ നില ശക്തിപ്പെടുത്തുന്ന ഒരു കാഴ്ച കണ്ടു ആൻസലോട്ടിയുടെ. ഇവിടെയും അദ്ദേഹം പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. തൻ്റെ കയ്യിലുള്ള എല്ലാ അറ്റാക്കിംഗ് നിരയിലെ ആൾക്കാരെയൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് ഫലം കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അവിടെയാണ് നേരത്തെ പറഞ്ഞ ഒരു വാദം ഉന്നയിക്കുന്നത്. അതായത് ജർമ്മനിക്ക് പഴയതുപോലെയുള്ള ആക്രമണത്തിലെ മൂർച്ചയില്ല എന്നുള്ളതും പ്രതിരോധത്തിൽ അവർക്ക് കൃത്യമായിട്ടുള്ള വിള്ളലുകളുണ്ട് എന്നുള്ളതും. അത് പരിഹരിക്കാതെ ജർമ്മനിക്ക് ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമായിരിക്കുമെന്നാണ് കരുതുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. ജർമ്മനിയുടെ കഴിഞ്ഞ ലോകകപ്പിലെയും ഈ ലോകകപ്പിലെയും എല്ലാം പ്രശ്നങ്ങൾ സമാനമാണ് എന്നുള്ളതാണ്. പലപ്പോഴും ഡിഫൻസിൽ ഉള്ള വീഴ്ചയുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മിക്ക ടീമുകളുടെയും സമീപകാലത്തെ ഈ മിഡ്ഫീൽഡേഴ്സ്, ഇപ്പോൾ നമ്മൾ 90കളുടെ അവസാനത്തിലും അല്ലെങ്കിൽ 90കളുടെ കാലത്തും അല്ലെങ്കിൽ 2000ൻ്റെ തുടക്കത്തിലുമൊക്കെ ലോക ഫുട്ബോളിലെ സൂപ്പർ സ്റ്റാർസ് ആരായെന്ന് നമ്മളൊന്ന് എടുത്ത് നോക്കുക. അവരെല്ലാം മിഡ്ഫീൽഡേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ്. ബെക്കാമും ഫിഗോയും ഒക്കെ കളം വന്നിരുന്ന ഒരു കാലമുണ്ട്. റിവാൾഡോയും റൊണാൾഡീഞ്ഞോയും വാൾഡ്രാമയും അങ്ങനെ ഒരുപാട്, അതായത് ലോക ഫുട്ബോളിലെ ഇതിഹാസങ്ങളായിട്ട് ആ കാലഘട്ടത്തിൽ ഫുട്ബോൾ ഭരിച്ചിരുന്ന എല്ലാം മിഡ്ഫീൽഡേഴ്സ് ആയിരുന്നു. അവർ പ്ലേ മേക്കേഴ്സ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം ആ ഒരു ജനറേഷൻ നഷ്ടമാകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ലാസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് വാണ ഒരു കാലം എന്ന് പറയുന്നത് സ്പെയിനിൻ്റെ ടിക്കി ടാക്ക കാലത്ത് സാവി, ഇനിയസ്റ്റ, ബുസ്കറ്റ്സ് ത്രയമാണ്. അതിനുശേഷം 2008 മുതൽ 2010 സമയത്ത്. പക്ഷെ അതിനുശേഷം ഈ ഇൻ്റർനാഷണൽ ഫുട്ബോളിലേക്ക്, ദേശീയ തലങ്ങളിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള കോംബോകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ആ തരത്തിലേക്ക് പിന്നീട് കുറച്ചെങ്കിലും ഉണ്ടായി വന്നത് ക്രൊയേഷ്യ ആയിരുന്നു എന്നുള്ളതാണ്, മോഡ്രിച്ചിൻ്റെയും ബ്രസോവിച്ചിൻ്റെയും ഒക്കെ കാലത്ത്. പക്ഷേ പിന്നീട് ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ വന്നില്ല. പല ടീമുകളുടെയും പ്രധാന പ്രശ്നം ഇപ്പോൾ മിഡ്ഫീൽഡിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ നമ്മൾ നല്ല പ്രതീക്ഷിച്ചൊരു ടീമുണ്ട് ശരിക്കും മിഡ്ഫീൽഡ്, പോർച്ചുഗൽ. ശരിക്ക് അവർ പക്ഷേ അവർ നല്ല കോമ്പോ ഉണ്ട്. ബ്രൂണോ ഫെർണാണ്ടസും ബെർണാർഡോ സിൽവയും ഇവരൊക്കെ ഉൾപ്പെടുന്ന ടീമുണ്ടല്ലോ, വിറ്റിനെയൊക്കെ ഉൾപ്പെടുന്ന. പക്ഷേ എന്താണ് അവർക്ക് സംഭവിച്ചതെന്നുള്ളതാണ്. അവർ മര്യാദയ്ക്ക് പന്തെത്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല. വലിയ വിമർശനം ഏറ്റുവാങ്ങുന്ന ഒരു മിഡ്ഫീൽഡായി മാറിയിട്ടുണ്ട് അവർ. അതിലൊരു ഗൂഢാലോചന സിദ്ധാന്തം ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ കൊളംബിയക്കെതിരെ പോർച്ചുഗൽ മനഃപൂർവ്വമായി ആഡ് ഓൺ ചെയ്യണം, മനഃപൂർവ്വമായി സമനില കളി കളിക്കുകയായിരുന്നു എന്നുള്ള ഒരു ആ തരത്തിലുള്ളൊരു വാദമുണ്ട്. യഥാർത്ഥത്തിൽ ആ വാദത്തെ സാധൂകരിക്കുന്നതാണ് ഇന്നത്തെ മത്സരങ്ങൾ. അതായത് നമ്മൾ ഈ നോക്കൗട്ടിൻ്റെ ഈ ക്വാർട്ടറൻസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു സൈഡിലുള്ളത് അതിലെ ഏതാണ്ട് 90% അല്ലെങ്കിൽ 85% ടീമുകളും യൂറോപ്യൻ ടീമുകളാണ്. യൂറോപ്യൻ ടീമുകൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കൃത്യമായി കണ്ടതാണ്. മറുവശത്തുള്ളത് യൂറോപ്പിൽ നിന്ന് പുറത്തുള്ള ഏഷ്യൻ ടീമുകൾ, ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ, ആഫ്രിക്കൻ ടീമുകളാണ്. എനിക്കൊന്ന് 2-3 ടീമുകൾ, പോർച്ചുഗൽ അടക്കം 2-3 ടീമുകൾ മാത്രമാണ് ആ ഭാഗത്ത്. ഇംഗ്ലണ്ടും പോർച്ചുഗലും നോർവേയും അടക്കം വളരെ കുറച്ച് ടീമുകളാണ് ആ ഭാഗത്തുള്ളത്. അപ്പോൾ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ക്ഷമിക്കണം, പോർച്ചുഗൽ അവിടെ വരുന്നില്ല. അപ്പോൾ ഈ പോർച്ചുഗൽ
ഈ പിന്നെ യൂറോപ്യൻ ടീമുകൾ തന്നെ ഉള്ള ഈ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അവർക്ക് കൂടുതൽ ഈ തരത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന ടീമുകൾക്കൊപ്പമാണല്ലോ കളിക്കേണ്ടി വരുന്നത്. അത് കുറച്ചുകൂടെ അവർക്ക് ഈസി ആയിരിക്കും, അവരോട് ഫൈറ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ള തന്ത്രമാണ് എന്ന് ഒരുപക്ഷെ പോർച്ചുഗീസ് ആരാധകനായിട്ടുള്ള ഏതെങ്കിലും മാധ്യമപ്രവർത്തകൻ്റെ ആയിരിക്കാം. പക്ഷെ അങ്ങനെയുള്ള ഒരു ഇത് പ്രചരിക്കുന്നുണ്ട്, ശക്തമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അല്ല, ഈ ജർമ്മനി അതുപോലെ തന്നെ ജർമ്മനിക്ക് ഇന്ന് സംഭവം പറയുമ്പോൾ മറ്റൊരു കാര്യം കൊണ്ടുതന്നെ മാനുവൽ നോയറുടെ അവസാനത്തെ ലോകകപ്പ് മത്സരമായിരുന്നു കഴിഞ്ഞതെന്നുള്ളതാണ്. അദ്ദേഹം വിരമിച്ചു. അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതും കൂടിയാണ്. എന്നാലും അങ്ങനെ ഒരു ഇതിഹാസ താരത്തിന്റെ ഒരു പടിയിറക്കം കൂടി ഇങ്ങനെ സംഭവിച്ചു. അവസാനം വരെ ശ്രമിച്ചു, ഷൂട്ടൗട്ടിലടക്കം അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ഉണ്ടായി. പക്ഷേ സഡൻ ഡെത്തിലേക്ക് നീണ്ടു എന്നുള്ളതാണ് ആ മത്സരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും രണ്ട് മത്സരം, ഒരുപക്ഷെ ബ്രസീലിൻ്റെ മത്സരം ഇന്നലത്തെ രാവിലെ ഷൂട്ടൗട്ടിലേക്ക് നീങ്ങേണ്ടതായിരുന്നു, അവസാന നിമിഷം എന്ന വിജയ ഗോളിലായിരുന്നുവെങ്കിൽ. ഇതിലിപ്പോൾ ബ്രസീലിൻ്റെ മത്സരം, ജപ്പാനുമായുള്ള മത്സരം, അത് ഈ തരത്തിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കുമെന്ന് എല്ലാവരും വിചാരിച്ചതാണ്. കാരണം ആദ്യഘട്ടത്തിൽ ജപ്പാൻ്റെ മത്സരങ്ങൾ, ഗ്രൂപ്പ് ഘട്ടത്തിൽ നെതർലാൻഡ്സിനെ സംബന്ധിച്ചത് അടക്കമുള്ള മത്സരങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ജപ്പാൻ ബ്രസീലിന് നന്നായി ഫൈറ്റ് കൊടുക്കും. ബ്രസീൽ പലപ്പോഴും ഗ്രൂപ്പ് ഘട്ടത്തിൽ പതറിയതും നമ്മൾ കണ്ടതാണ്. രണ്ടാമത്തത് മൊറോക്കോ നെതർലാൻഡ്സ് മത്സരം. അത് യഥാർത്ഥത്തിൽ നെതർലാൻഡ്സിന് സ്ലൈറ്റ് എഡ്ജ് എല്ലാവരും കൊടുത്തിരുന്നെങ്കിലും മൊറോക്കോ നന്നായി ഫൈറ്റ് ചെയ്യും എന്നുള്ളതും ഇത്തരത്തിലുള്ള ഒരു ഫലം വന്നാലും അത്ഭുതപ്പെടാനില്ല എന്നും എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ജർമ്മനിയുടെ കാര്യം അതായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പരാഗ്വെ ജർമ്മനി വളരെ അനായാസം മറികടക്കും എന്നുള്ളതായിരുന്നു മിക്കവരും വിചാരിച്ചിരുന്നത്. അനുവട്ടം വിചാരിച്ചിരുന്നോ ഈ പരാഗ്വെ ഇങ്ങനെ ഒരു സർപ്രൈസ് നൽകും എന്നുള്ളത്? പരാഗ്വെ സർപ്രൈസ് നൽകുമെന്ന് പറഞ്ഞാൽ പരാഗ്വയുടെ ഡിഫൻസിലായിരുന്നു എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. അത് നമ്മൾ ഗ്രൂപ്പ് ഘട്ടത്തിലും കണ്ടതാണ്. ശക്തമായിട്ടുള്ള ഡിഫൻസിലൂടെ അവർ കയറി വരുന്നത്. അതുകൊണ്ട് ആ ഒരു ഘട്ടത്തിൽ ഞാൻ പ്രതീക്ഷിച്ചത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ജർമ്മനിയുടെ കഴിഞ്ഞ കളി ഇക്വഡോറിനെതിരായ മത്സരം നൽകിയിട്ടുള്ളൊരു നിരാശ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ജർമ്മനിയല്ല ഇപ്പോൾ ഈ ലോകകപ്പ് കളിച്ചതെന്നുള്ള വിശ്വാസമാണ് എനിക്കിപ്പോൾ ഉള്ളത്. അത് ആദ്യ കളിയിലെ ജയമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് അത്തരമൊരു എതിരാളി ആയതുകൊണ്ട് മാത്രമെന്നാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു ചെറിയ എഡ്ജ് എനിക്ക് പരാഗ്വെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെ ഒരു ഗോൾ വ്യത്യാസത്തിലേക്ക് വരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഷൂട്ടൗട്ടിലേക്ക് പോകുമെന്നോ ഒന്നും കരുതിയില്ല. ഗ്രൂപ്പ് നിശ്ചിത സമയത്ത് തന്നെ മത്സരം തീരുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. ഏതായാലും ഞാൻ പരാഗ്വെക്കൊപ്പം ആയിരുന്നു. അതങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അവസാനം 2 ലാറ്റിൻ അമേരിക്കൻ ടീമിനോടാണ് ജർമ്മനി തോറ്റതെന്നുള്ളത് കൂടിയുണ്ട്. ഇക്വഡോറും പിന്നെ മാത്രമല്ല, ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവർ ഷൂട്ടൗട്ടിൽ പുറത്താകുന്നത് എന്നുള്ളൊരു മോശം റെക്കോർഡ് കൂടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 പവർ ഹൗസുകൾ പിൻവാങ്ങുന്നു. ഇനിയുള്ള അവശേഷിക്കുന്ന ടീമുകളിൽ സാധ്യതകൾ തെളിയുന്നുണ്ടോ? ഒരു ഘട്ടത്തിൽ ആർക്കെങ്കിലും തെളിയുന്നുണ്ടോ ഈ ഒരു ഇന്നത്തെ മത്സരങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണ്? അല്ല, ഇപ്പം യഥാർത്ഥത്തിൽ ഇത് ഫ്രാൻസിനാണ് യഥാർത്ഥത്തിൽ ഗുണം ചെയ്തത് എന്നുള്ളതാണ് ഒരു പരിധി വരെ. അതായത് ഫ്രാൻസിനല്ലെങ്കിൽ ജർമ്മനി അടുത്ത മത്സരത്തിൽ ജർമ്മനിയെ നേരിടേണ്ടി വരും എന്നൊക്കെയുള്ള ഒരാശങ്കയുണ്ടായിരുന്നു. അതേതായാലും അവർക്ക് മാറിക്കിട്ടി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പരാഗ്വെ സെമി വരെ അവർ ത്രൂ ആണ്. യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ പ്രവചിക്കാൻ അല്പം ഭയമുണ്ട്. കാരണം ഈ പോകുപോയ തുടക്കം തന്നെ ഇനി എങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എനിക്ക് തോന്നുന്നത് നിലവിൽ ഈ ലോകകപ്പിലെ ഇതുവരെ കണ്ട മത്സരത്തിൽ 2 ടീമുകൾ മാത്രമാണ് കൺസിസ്റ്റൻസി കാണിക്കുന്നത്. അതൊന്ന് ഫ്രാൻസാണ്, മറ്റൊന്ന് അർജൻറ്റീനയാണ്. ഫ്രാൻസ് ഒരുപക്ഷെ അർജൻറ്റീനയേക്കാൾ അവർ ഓരോ മത്സരത്തിലും കൃത്യമായ മേൽക്കായ്മ അവർക്കുണ്ട് എന്നുള്ളതാണ്. കൃത്യമായി അവരുടെ മിഡ്ഫീൽഡ്, ഒലിസെ പോലുള്ള ഒരു താരത്തിന്റെ ഗുണം അവർ കൃത്യമായി ഉപയോഗപ്പെടുത്തും. ഏറ്റവും ഷാർപ്പായിട്ടുള്ള മുന്നേറ്റ നിരയാണ്. പിന്നെ എംബാപ്പയുടെ സാന്നിധ്യമുണ്ട്. മറുഭാഗത്ത് അവർ ഫുൾ പാക്ഡ് ടീമാണ് ആ ടീം. ഇപ്പം മറുവശത്ത് അർജൻറ്റീന, അവർ നമ്മൾക്കിപ്പോൾ ഒക്കെ അവർ കൃത്യമായി ടെസ്റ്റ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളൊക്കെ വിമർശനമുണ്ടോ. പക്ഷെ ഓസ്ട്രിയ ഒരു നിസ്സാരമായ ടീമല്ലായിരുന്നു. അവർ കൃത്യമായ മത്സരം കളിക്കുന്ന ടീമാണ്. അവരെ പ്രസക്തമാക്കുന്ന പ്രകടനം നടത്തിയിട്ടാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യങ്ങളിൽ പക്ഷേ ഇതെല്ലാം ഇപ്പം കേപ്പ് വെർദെ എന്തത്ഭുതമാണ് കൊണ്ടുവച്ചിരിക്കുന്നത് നമുക്കറിയാം. കേപ്പ് വെർദെക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. അവരിതുവരെ എത്തിയത് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ലോകകപ്പ് ലഭിക്കുന്നതിന് സമാനമായ നേട്ടമാണ്. അത്തരമൊരു ടീം അർജൻറ്റീനയെ പോലുള്ള ഒരു ടീമിനെതിരെ നേരിടുമ്പോൾ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് തന്ത്രങ്ങളുമായിട്ടായിരിക്കും വരിക. കാരണം അവർക്ക് ഇതിൽ തോറ്റാൽ അതൊരു തോൽവി മാത്രമാണ്. ജയം പക്ഷേ അവരെ വല്ലാതെ ഗ്ലോറിഫൈ ചെയ്യപ്പെടും. ഒരു ലോക കിരീടം നേടുന്നതിന് സമാനമായ നേട്ടമാണ് അവർക്കുണ്ടാവുക. അപ്പം അതെല്ലാം അതിജീവിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്തരം കുഞ്ഞൻ ടീമുകളോട് നേരിടുമ്പോൾ അവർ ഡു ഓർ ഡൈ സിറ്റുവേഷനിലാണ് വരുന്നത് എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. പക്ഷേ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അർജൻറ്റീനയ്ക്ക്
കൊളംബിയ മാത്രമാണ്. ഇപ്പോഴെനിക്ക് തോന്നുന്നു കൊളംബിയ ആയിരിക്കും യൂറോപ്യൻ ടീമുകളെക്കാൾ കുറച്ച് വെല്ലുവിളി ഉയർത്തുന്ന സംഘം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലൊരു ആഡ് ഓൺ ചെയ്ത ഒരു ഒറ്റ കാര്യം കൂടി ഞാനത് പറഞ്ഞു. പിന്നെ നമ്മുടെ ഈ കാലാവസ്ഥയുടെ ഒരു പ്രശ്നം പറഞ്ഞല്ലോ. ഇപ്പോൾ അമേരിക്കയിൽ ഈ കാലാവസ്ഥയിൽ ശരിക്കും മെസ്സി നേരത്തെ അമേരിക്കയിലെത്തിയത് ഇതൊക്കെ കണ്ടറിഞ്ഞിട്ടുള്ള ഗ്രൗണ്ട് കൃത്യമായിട്ട് പഠിക്കാനും അവിടുത്തെ കാലാവസ്ഥയുടെ അഡോപ്റ്റ് ചെയ്യാനും ഇതൊക്കെ ശരിക്കും മെസ്സി ശരിക്ക് അവിടെ താളം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മെസ്സി മാത്രമല്ല അദ്ദേഹത്തിന് കൃത്യമായിട്ട് അതാണ് MLS പലരും ഈ അടുത്തൊക്കെ ചേക്കേറിയത് ലോകകപ്പ് മുന്നിൽ കണ്ടാണെന്ന് പറഞ്ഞാൽ തെറ്റു പറയാനാവില്ല. പ്രത്യേകിച്ച് മെസ്സി കളിക്കുന്ന രീതിയൊക്കെ കാണുമ്പോൾ നമുക്ക് അവിടുത്തെ കാലാവസ്ഥയിലും അവിടുത്തെ ഗ്രൗണ്ട് അറ്റ്മോസ്ഫിയറിലും അതിലൊക്കെ മെസ്സി അഡോപ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ള പ്രത്യേകിച്ച് മനസ്സിലാവും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. വമ്പന്മാർ ഒന്നൊന്നായി വീഴുന്നു. ഇനിയിപ്പോൾ ഇന്നത്തെ മത്സരം കാത്തിരിക്കുന്നത് ഗംഭീരമായിട്ടുള്ള മത്സരം. ഫ്രാൻസും സ്വീഡനും തമ്മിലുള്ള പോരാട്ടം നടക്കാൻ പോകുന്നു. നോർവേയും ഐവറി കോസ്റ്റും തമ്മിലുള്ള പോരാട്ടം നടക്കാൻ പോകുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏത് നിമിഷവും അട്ടിമറികൾ സംഭവിക്കാവുന്ന ഒരു തരത്തിലേക്ക് ഈ ലോകകപ്പ് മാറിയിട്ടുണ്ട്. പ്രീ ക്വാർട്ടറിന് മുമ്പായി തന്നെ പല വമ്പന്മാരും വീഴുമെന്നുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ആവേശകരമായി മുന്നോട്ട് പോവുകയാണ് ലോകകപ്പ്. അതിൻ്റെ ആവേശത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങിയെത്താം കൂടുതൽ വിവരങ്ങളുമായി, വിശേഷങ്ങളുമായി. ഒപ്പം ഒരു കാര്യം കൂടി പ്രേക്ഷകർ മറക്കാതിരിക്കുക, റിപ്പോർട്ടർ സ്പോർട്സ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും ആവേശവുമായി ഞങ്ങളുണ്ടാകും. നമസ്കാരം.